കാണിച്ചു. അതിന് ഇങ്ങോട്ട് നോക്കിയ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഹായ് പറ. ഹായ്. ഞങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയ പ്ലേസിലേക്ക് വന്നതാണേ. ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. എല്ലാവരും പറയുന്നിട്ടുണ്ട് എണ്ണപ്പനേൻ്റെ ഒരു പാടം ഉണ്ടെന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ. സംഭവം നമ്മുടെ നാട്ടുകാരൻ്റെ തന്നെയാണിത്. ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാമോയിലുണ്ടല്ലോ, പാമോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പനയെന്നാണ് കുരു കൊണ്ടുപോകുന്നത്. പഴം കുരു കൊണ്ടാണ് പാമോയിൽ ഉണ്ടാക്കുന്നത്. ഇതാണ് കായൻ്റെ ഒരു ഡെമോ എന്ന് പറയുകയാണെങ്കിൽ. ഇത് അവിടെ നിന്ന് വീണ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല പുതിയൊരു റിസോർട്ടിൻ്റെ ഒരു പണി തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കാണാൻ. കാരണം വെച്ചാൽ ഇവിടെ പുഴ സൈഡാണ്. മാത്രമല്ല ഒരുപാട് പക്ഷികൾ, ഭയങ്കര ബഹളമാണ് ഇവിടെ. നല്ലൊരു പ്ലേസ് ആണെങ്കിൽ നല്ലൊരു ബഹളമൊക്കെ, പക്ഷികളുടെ കിളിനാദങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല കാറ്റുണ്ട്. പന കണ്ടില്ലേ ഇങ്ങനെ ഒരു വെറൈറ്റി മോഡലാണ് തന്നെ. ഈ ഒരു പനലൊക്കെ കുരുവായിട്ടുണ്ട്, പനംകുരു ആയിട്ടുണ്ട് ഏകദേശമായിട്ടും. ഞാനും നൈനൂസും ശ്രീയേട്ടനും കൂടിയിട്ട് ഇങ്ങനെ നടക്കണം. നമ്മളിപ്പോൾ പോകുമെന്ന് പറയുകയാണെങ്കിൽ തൊട്ട് താഴെയായിട്ട് ഇവിടെ പുഴ കൂടുന്നൊരു സ്ഥലമുണ്ട്. ആ പുഴ കൂടുന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ കുറേ ഇല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ. മാത്രമല്ല അതിൻ്റെ എല്ലാ കൊമ്പിലും പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് പക്ഷികളുടെ ബഹളമാണ് കേട്ടോ. ഞാനിപ്പോൾ എണ്ണക്കൂരി ഏകദേശം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ട്രിപ്പിനെ പറിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് പറിക്കാനായിട്ട് നിൽക്കുകയാണ് എല്ലാ പനയും. അപ്പോൾ ആ ഒരു കുരു കഴിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പക്ഷികളും അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പുഴേൻ്റെ സംഗമം എന്ന് പറഞ്ഞത്. ഇത് 2 പുഴയാണ് വരുന്നത്. ഇതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചേരുംകൊല്ലി ആ സെക്ഷനിൽ വരുന്നൊരു പുഴേൻ്റെ ഭാഗമാണ്. അപ്പുറത്ത് കക്കടവ് ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ഇതാണ്. ഇത് രണ്ടും കൂടി കൂടുന്നൊരു ഭാഗമാണ് ഇത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവം തന്നെ. മാത്രം നല്ലൊരു പ്രകൃതി സൗന്ദര്യമുള്ള സ്പേസാണ് കേട്ടോ ഇതെന്ന് പറയുകയാണെങ്കിൽ. പക്ഷെ മഴക്കാലത്തൊന്നും വരാൻ പറ്റില്ല. മഴക്കാലത്തൊക്കെ പറയുകയാണെങ്കിൽ 3 മീറ്ററിലോളം ഹൈറ്റിൽ ഇവിടെ വെള്ളം കയറും. ഈ ഒരു പനയ്ക്ക് നിങ്ങൾ താല്പര്യം ഇതാക്കിയാൽ മതി. 3 മീറ്റർ വെള്ളം വരുമ്പോൾ എത്രത്തോളം വെള്ളം ഇവിടെ ഇതാകുന്നുള്ളത്. മാത്രമല്ല നല്ല അടിയൊഴുക്ക് ഉണ്ടാകും. കാരണം മലവെള്ളമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എത്താൻ സാധ്യത കൂടുതൽ കേട്ടോ. ഇതൊക്കെ ഉണ്ടാകും. അതില്ലേ അതാ കാണേ. ഡൈനോസിനാണെങ്കിൽ എത്ര കണ്ടിട്ട് മതിയാകുന്നത്. നമുക്ക് പണ്ടേ വെള്ളം എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ്. അത്ര നമുക്ക് എപ്പോഴും വെള്ളത്തിൽ നമുക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഓല കാണുന്നുണ്ടോ? ഇതെന്ന് പറയുകയാണെങ്കിൽ സാധാരണ തെങ്ങോല പോലെ തന്നെ ഉണ്ട് കേട്ടോ സംഭവം. ഈ പനിയാണെങ്കിൽ എൻ്റെ പഴങ്കയൊക്കെ വെച്ചാൽ ഒരു ഓല പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ മെയിൻറ്റെയിൻസ് ആക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ഇതും വെട്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം കാ പറിക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലയൊക്കെ വെട്ടിക്കളയണമെന്ന് തോന്നുന്നുണ്ട്. ഹായ് പറടി. ഹായ് പറ മോളെ. പാട്ട് പാടിക്കൊണ്ട് പോകുന്നുണ്ട്. കറുപ്പ് പോലെയാണ് അല്ലേ? ഇത് നല്ല ചുവന്ന കളറാകുമ്പോഴാണ് ഇത് പാകമായി എന്ന് പറയാം. അപ്പോഴാണ് ഇത് പറിക്കാനൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഇത് പറിച്ചിട്ട് കൊണ്ടുപോകുന്നല്ലേ? ഇത് ഇങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോകല്ലേ? അയ്യോ, പാമോയിൽ ഉണ്ടാക്കും. കൃഷിയല്ലേ ആ പുറമെയുള്ളത് തിന്നാനാ കിളികള് പക്ഷികളൊക്കെ കറക്റ്റ് എണ്ണയാ ഉണ്ടോ? പാമോയിൽ തന്നെ വരും. അപ്പോൾ എല്ലാവരും കണ്ടില്ല, ഇതാണ് നമ്മുടെ എണ്ണപ്പാടം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടേക്ക് വരിക. ലൊക്കേഷൻ അറിയുകയാണെങ്കിൽ വയനാട് മാനന്തവാടി കാരക്കാമല ചാമുണ്ടി കുന്ന് റോഡാണ് വരുന്നത് കേട്ടോ. അതല്ല ഒരു 2-3 വർഷം ആകുമ്പോഴത്തേക്കും ഫുൾ റിസോർട്ട് സെറ്റിങ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അല്ലാതെ എല്ലാവരും അറിയപ്പെടും സ്പേസാണ്. അപ്പോൾ അറിയാതെ തന്നെ ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. അത്ര ഫേമസ് ആവാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എത്തുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് പ്ലേസ് കാണാൻ. കാരണം ഈ ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട് നമുക്ക് ആരും പറയില്ല. ഞാൻ തന്നെ ഉണ്ടായിട്ട് ഇപ്പോഴാണ് ഈ സംഭവം അറിയുന്നത് കേട്ടോ. ഓക്കെ, ബൈ ബൈ. എന്താന്ന് എല്ലാരും എണ്ണപ്പാടം കാണാൻ വരണമെന്നതാ പറ.
അവർക്ക് നാണാവുന്നുണ്ട് കേട്ടോ, എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല. അതാണ് പ്രശ്നം. കുഴപ്പമൊന്നുമില്ല, വലുതായാലും ശരിയായിക്കോളും. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. പോയിട്ട് വരാം അല്ലേ? ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ അല്ല, ഞങ്ങൾ ഉച്ചക്ക് തിരിച്ച് കാസർഗോഡേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വീഡിയോ എല്ലാവർക്കും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എണ്ണപ്പാടത്തേക്ക് പോകുന്ന വഴി. ഇതാണ് കേട്ടോ. ഇപ്പം റിസോർട്ടൊക്കെ ആകുമ്പോഴത്തേക്കും വഴിയൊക്കെ നല്ല മാറ്റം വരും. ഇപ്പം തന്നെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, കാറൊക്കെ. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നല്ല റോഡൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇത്ര വലിയ വണ്ടികൾക്കൊന്നും പോകാൻ കഴിയും കേട്ടോ.